നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി അല്പസമയത്തിനകം അറിയാം. 3:30-ക്കാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായി. 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. സുനി മാത്രമല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. യഥാർത്ഥ പ്രതി മറഞ്ഞിരിക്കുകയാണെന്നും കുറ്റം ചെയ്തത് എല്ലാവരും ചേർന്നാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അനാവശ്യ വിവാദങ്ങൾ തുടക്കം മുതൽ സൃഷ്ടിച്ചെന്നും തന്റെ ഭൂതകാലം തിരയേണ്ടവർ തിരഞ്ഞോളൂവെന്നും ജഡ്ജി ഹണിയും വർഗീസ് വാദത്തിനിടെ പറഞ്ഞു. പ്രതികളായ മാർട്ടിനും പ്രദീപും വാദത്തിനിടെ പൊട്ടിക്കരഞ്ഞു. സിജോ വർഗീസ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സിജോ, നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് ഇന്ന് ഉച്ചവരെ, അതായത് പ്രതികളുടെ വാദം കേൾക്കാനുള്ള സമയമായിരുന്നു. ആ വാദത്തിനിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ നടന്നത് ചുരുക്കി പറഞ്ഞാൽ? പ്രമോദ്, എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി അതാണ് ഇന്ന് കാത്തിരിക്കുന്നത്. 3:30 കൂടി ഇതുമായി ബന്ധപ്പെട്ട കേസിൽ വിധി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ വാദം, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കോടതി വിശദമായി കേൾക്കുകയും ചെയ്തു. പ്രതിഭാഗവും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ വാദങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാടകീയമായ സംഭവങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരം സംഭവങ്ങൾ തന്നെയാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറയുന്ന രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാദങ്ങളാണ് ഈ പ്രതിഭാഗത്തു നിന്നുള്ളവർ പറയുന്നത്. പലരും പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. അതായത് പൾസർ സുനിയാണ് ഇതിന് മുഖ്യപ്രതി, പൾസർ സുനി അല്ലാതെ മറ്റാരും ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് പ്രതിഭാഗം പ്രധാനമായും ഉയർത്തിയത്. അപ്പോൾ കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരാൾ തെറ്റ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കൂട്ടുനിന്നവർ എല്ലാം തന്നെ ഈ കൃത്യത്തിൽ ബന്ധപ്പെട്ടവരല്ലേ, അതായത് ബലാത്സംഗം അല്ലേ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. പലരും വിങ്ങിപ്പൊട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർട്ടിൻ, പ്രദീപ് അടക്കമുള്ള പ്രതികൾ വിങ്ങിപ്പൊട്ടി കോടതിന് മുമ്പിൽ പറയുകയും ചെയ്തു. അതായത് നിരപരാധിത്വം, തങ്ങൾ നിരപരാധികളാണ്, ഈ പറയുന്ന രീതിയിൽ തെറ്റ് ചെയ്യാതെ വരെ കോടതിയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കാര്യത്തിൽ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ഇവർ കോടതിയിൽ മുമ്പാകെ പറഞ്ഞ ഒരു കാര്യം. പലരും പ്രാരാബ്ദങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വീട്ടിലുള്ള ആളുകളുടെ അമ്മ തനിച്ചുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ തങ്ങൾ ചെയ്തിട്ടില്ല, തങ്ങളുടെ നിസ്സഹായ അവസ്ഥ, ഇതെല്ലാം പറഞ്ഞ് പല രീതിയിൽ കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. എന്നാലും പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ഈ കൃത്യം നടത്തിയതായി പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ പ്രതികളായിട്ടുള്ള 6 പേർ, ഈ 6 പേർ പ്രതിസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അവർക്ക് ഏത് രീതിയിലുള്ള ശിക്ഷയായിരിക്കും വിധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിതിൻ സേവ്യർ കൂടിയുണ്ട് എന്നോടൊപ്പം. നിതിൻ, ഇന്നിപ്പോൾ സാധാരണഗതിയിൽ കോടതിയിൽ ഇതൊരു നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ അനുശാസിക്കുന്ന ഒരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം, പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത്. പക്ഷെ അതിലുപരിയായി പ്രോസിക്യൂഷനും ജഡ്ജിയും തമ്മിലുള്ളൊരു വാക്പോര് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സംവാദം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോടതി നടപടികൾ പോയതെങ്ങനെയാണ്? പ്രമോദ്, ശിക്ഷാവിധിന്മേലുള്ള വാദം അത് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന പ്രതികൾക്ക് കോടതി നൽകുന്ന ഒരു അവകാശമാണ്. ആ അവകാശമാണ് ഇന്നിവിടെ എല്ലാ കേസുകളിലും ഒരു സാധാരണ നടപടിക്രമമാണ്. അത് ഈ കുറ്റക്കാർ അവരുടെ സാമൂഹ്യ ജീവിതം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ളൊരു അവസരമായാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ നടന്നത് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ, പ്രത്യേകിച്ച് പ്രോസിക്യൂഷനും കോടതിയും തമ്മിൽ, ജഡ്ജിയും തമ്മിൽ വലിയ തോതിലുള്ളൊരു വാക്കേറ്റം അല്ലെങ്കിൽ വാക്ക് തർക്കത്തിലേക്ക്, പരസ്പരം ഒരു സംവാദം നടത്തുന്ന തരത്തിലേക്ക്, വലിയ വാഗ്വാദങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കോടതിയിൽ കണ്ടു. പ്രത്യേകിച്ച് ഈ പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ കോടതിയോട് ആവശ്യപ്പെട്ടത് പ്രതികൾക്കെല്ലാവർക്കും തന്നെ പരമാവധി ശിക്ഷയായ ജീവപര്യന്തം, അത് എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ, പരമാവധി ശിക്ഷ നൽകണമെന്ന കാര്യമായിരുന്നു കോടതിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രോസിക്യൂഷനോട് കോടതി മറുചോദ്യം ചോദിക്കുന്നത്, പൾസർ സുനി മാത്രമല്ലേ, 1-ാം പ്രതി മാത്രമല്ലേ ബലാത്സംഗ കുറ്റം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രധാന കുറ്റക്കാരൻ, മറ്റുള്ളവരെല്ലാവരും തന്നെ സഹായികളല്ലായിരുന്നു എന്ന ചോദ്യമാണ് കോടതി പ്രോസിക്യൂഷനോട് തിരിച്ചു ചോദിക്കുന്നത്. അതിന് പ്രോസിക്യൂഷൻ നൽകുന്ന മറുപടി, അത് ഗൂഢാലോചന കുറ്റം, അത് എല്ലാ പ്രതികളുടെ മേലും ചുമത്തപ്പെട്ടിട്ടുണ്ട്, അതെല്ലാ പ്രതികളുടെ മേലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടബലാത്സംഗം 376D വകുപ്പുള്ള കൂട്ടബലാത്സംഗം, അത് എല്ലാ പ്രതികൾക്കെതിരെയും ആ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അതും കോടതി ശരിവച്ചിട്ടുണ്ട്, അത് തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ പ്രതികൾക്കും സമാനമായ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ എല്ലാ പ്രതികൾക്കും ഒരേ തരത്തിലുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ഈ കേസിലുള്ളത് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഒരാളില്ലാതെ മറ്റൊരാളെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ മറ്റൊരാളെ ഉണ്ടാവില്ല എന്ന തരത്തിലേക്ക് പ്രോസിക്യൂഷൻ പറയുകയായിരുന്നു.
വരികയായിരുന്നു. പിന്നീട് പ്രോസിക്യൂഷൻ പറയുന്നത് കോടതി അല്ലെങ്കിൽ തന്നെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ അവസരിക്കണം, തനിക്ക് പറയാനുള്ള അവസരം തരണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ താങ്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയൂ, അതിനുശേഷമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്ന് കോടതി തിരികെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ കുറ്റങ്ങളും ഓരോ വ്യത്യസ്ത കുറ്റങ്ങളായി അല്ലെങ്കിൽ ഓരോ കുറ്റങ്ങളും വ്യത്യസ്ത കുറ്റങ്ങളായി തന്നെ പരിഗണിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അപ്പോഴുമെല്ലാം കോടതി പറയുന്നത് പ്രതികൾക്ക് മാനസാന്തരപ്പെടാനുള്ള സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രതി മാത്രമല്ലേ ബലാത്സംഗ കുറ്റം ചെയ്തിട്ടുള്ളത്, ഈ മറ്റു പ്രതികൾ എങ്ങനെയാണ് മറ്റു പ്രതികൾ സഹായിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്, പ്രധാന കുറ്റം ചെയ്തിട്ടുള്ളത് A1 പൾസർ സുനി മാത്രമല്ലേ, ഒന്നാം പ്രതി മാത്രമല്ലേ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയല്ല എന്ന് പ്രോസിക്യൂഷൻ മറുപടി പറയുന്നു. ഒപ്പം തന്നെ ഈ പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അത് കൃത്യമായി കോടതിയെ ചൂണ്ടിക്കാണിക്കാൻ പ്രോസിക്യൂഷൻ പലതവണ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഈ പൾസർ സുനിയുടെ അഭിഭാഷകനുമൊക്കെ തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു. കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യം, ഏതൊരു സ്ത്രീയുടെയും ശരീരത്തിൽ തൊടാൻ, അത് സ്ത്രീയുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ തൊടാനാവില്ല, അത് തെറ്റാണ് എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം തന്നെ ഈ കേസിന് പിന്നിൽ മറ്റൊരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലെങ്കിൽ പുറത്തു വരാത്ത തെളിയപ്പെടാത്ത ഒരാൾ ഈ കേസിന് പിന്നിലുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോഴാണ് കുറച്ചുകൂടി കടുത്ത വാദങ്ങളിലേക്ക് കോടതിയും പ്രോസിക്യൂഷനും തമ്മിൽ പോകുന്നത്. ഇത് ഈ പല കാര്യങ്ങളും പറയുമ്പോൾ താങ്കൾക്ക് അത് ഉറപ്പാണോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ഉറപ്പാണ് എന്ന് പറയുന്നു. ജഡ്ജിയെ റേപ്പ് ചെയ്താലും അത്രയും കടുത്ത ഭാഷകളിലേക്ക് പ്രോസിക്യൂഷൻ കോടതിക്കകത്ത് സംസാരിക്കുകയാണ്. ജഡ്ജിയെ റേപ്പ് ചെയ്താലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പ്രോസിക്യൂഷൻ കടുത്ത ഭാഷയിൽ തന്നെ ഈ ജഡ്ജിയോട് പറയുന്നുമുണ്ട്. അങ്ങനെ ഈ കോടതിക്കകത്ത് പ്രത്യേകിച്ച് കോടതി ചില സമയത്ത് തനിക്ക് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഈ കേസിൻ്റെ തുടങ്ങിയപ്പോൾ അതിജീവിതയാണ് ഒരു വനിതാ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ട് ജഡ്ജി ഹണിയം വർഗീസ് ഈ കേസിലേക്ക് വരുന്നത്. പക്ഷേ പിന്നീട് ഈ ജഡ്ജിക്കെതിരെ തന്നെ ഹൈക്കോടതിയിൽ അതിജീവിത പരാതിയുമായി അല്ലെങ്കിൽ ഹർജിയുമായൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജഡ്ജിക്കെതിരെ മുൻപ് പലതവണ പലതരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മറുപടി കോടതി ചില സമയത്ത് നൽകുന്നുമുണ്ട്.